അയ്യോ പോയേ, അടിച്ചു പോയേ, അടിച്ചു പോയേ, അടിച്ചു പോയേ. നിങ്ങളിൽ എത്ര പേര് അറിഞ്ഞു എന്നറിയത്തില്ല, എന്നാലും ഒന്ന് കാണിച്ചു തരാം. ഇന്ത്യയുടെ 3 ഫൈറ്റർ എയർക്രാഫ്റ്റ് പാകിസ്ഥാൻ ആർമി വെടിവെച്ചിട്ടു. ഇത് ആദ്യത്തെ വീഡിയോ ആണ്. ആദ്യത്തെ വീഡിയോയിൽ പുള്ളി പറയുന്നത് നമുക്ക് 3 നഷ്ടപ്പെട്ടു എന്നാണ്. ഇനി അടുത്തതും കൂടെ കാണാം. നമുക്ക് നഷ്ടപ്പെട്ടത് 5 അല്ല 7 എയർക്രാഫ്റ്റ് ആണ്. ഞാൻ കൺഫേം ചെയ്തു. കാശ്മീരിലാണെങ്കിലും ഇന്ത്യയുടെ സീനിയർ ആയിട്ടുള്ള ഡിഫൻസ് ഓഫീഷ്യൽസുമായിട്ട് കൺഫേം ചെയ്തു. ഇന്ത്യയുടെ 5 ഫൈറ്റർ എയർക്രാഫ്റ്റ് ആണ് 1 മണിക്കൂറിനുള്ളിൽ നമുക്ക് നഷ്ടപ്പെട്ടത്. ആദ്യത്തെ വീഡിയോയിൽ 3 പറഞ്ഞ ആൾ ഇപ്പൊ 5 ആയി, പിന്നെ 7 ആയി. അതോ വിവരങ്ങൾ ലഭിച്ചത് അങ്ങ് തലപ്പത്തൂന്നാട്ടാണ്. പുള്ളി ആരാണെന്ന് മനസ്സിലായോ? കൊല കൊമ്പനാണ്. പക്ഷെ വേറൊരു തമാശ നടന്നു, ഒന്ന് കണ്ടു നോക്കി. നമ്മുടെ മാത്യുജാന്റെ ചാനൽ തന്നെ അടിച്ചു പോയിരിക്കുകയാണ് ഗായ്സ്, അടിച്ചു പോയിരിക്കുകയാണ്. ഇന്ത്യയും പാകിസ്ഥാനും നമ്മളെ പ്രശ്നങ്ങൾ നടക്കുന്ന സമയം തൊട്ട് എല്ലാ തരത്തിലുള്ള സോഷ്യൽ മീഡിയയിലൂടെയും പറയുന്നുണ്ട്, അസത്യങ്ങൾ പ്രചരിപ്പിക്കരുത്, അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു പരത്തരുത് എന്നെല്ലാം പറയുന്നുണ്ട്. ഈ പൊട്ടൻ വെറും ഊളയാണെന്ന് ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്. സംഘികളെ സൂചിപ്പിക്കാനായിട്ട് ഒരുപാട് തരത്തിലുള്ള കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മളുടെ തെളിവുകളടക്കം നമ്മളെല്ലാവരും ഇയാൾക്കെതിരെ പ്രതികരിച്ചിട്ടുള്ളതാണ്. ഇന്ന് സംഘികൾ തന്നെ നെഞ്ചത്ത് കയറി പൊങ്കാലയിടുന്ന തരത്തിലാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ തന്നെ അപമാനിക്കുന്ന രീതിയിൽ, ഇന്ത്യക്ക് ഒരു നഷ്ടവും ഉണ്ടാകാത്ത സ്ഥലത്ത് പോലും 7 യുദ്ധവിമാനങ്ങൾ, പോർ വിമാനങ്ങൾ നമ്മുടെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ വീഡിയോ ഇട്ടത്. നിന്റെ ചാനലല്ല, നിന്റെ എല്ലാം അടിച്ചു പോണം, എന്നാലേ നീ പഠിക്കത്തുള്ളൂ.